ഇജുസാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എടുക്കുന്നത് ഒൻപതാം ക്ലാസ്സിന്റെ ബയോളജിയുടെ ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട്, ആഹാരം അന്നപഥത്തിലൂടെ, ആ ചാപ്റ്ററിന്റെ ബാലൻസ് ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? ആഹാരം ഡൈജസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ കഴിക്കുന്ന ആഹാരം ഡൈജസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞതല്ലേ. അപ്പം നമ്മൾ വായിലൂടെ കഴിക്കുന്ന ആഹാരം അന്നനാളം വഴി ആമാശയത്തിലെത്തുന്നു, ആമാശയത്തിൽ നിന്ന് സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിൽ എത്തുന്നു. അങ്ങനെ ചെറുകുടലിൽ എത്തിയ ആഹാരം ഫുള്ളായി ഡൈജസ്റ്റ് ചെയ്യുന്നു. അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. ഈ നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യണ്ടേ? ആ അബ്സോർബ് ചെയ്യുന്നത് എവിടെയാണ്, എങ്ങനെയാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്, അബ്സോർപ്ഷനിൽ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എന്തെല്ലാം ഘടകങ്ങളെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത്, എന്തെല്ലാമാണ്, ഇവിടെ വെച്ചാണ് ഈ ആഗിരണം സംഭവിക്കുന്നത്, ആഗിരണത്തിൽ സഹായിക്കുന്ന മറ്റ് ഘടകങ്ങൾ എന്തൊക്കെയാണ്, മറ്റ് ഓർഗൻസ് എന്തൊക്കെയാണ്, അവയവങ്ങൾ എന്തൊക്കെയാണ്, മറ്റ് സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിലാണ് എന്ത് പൂർത്തിയാവുന്നത്? ഡൈജഷൻ അല്ലെങ്കിൽ ദഹന പ്രക്രിയ കംപ്ലീറ്റ് ആവുന്നത് എവിടെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിലാണല്ലേ. അപ്പം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ഡൈജഷൻ പൂർത്തിയാകുന്നു, അതായത് എന്താണ്, ദഹന പ്രക്രിയ പൂർത്തിയാവുകയും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെ എന്ത് ചെയ്യുന്നു? ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള, നമ്മുടെ ബോഡിക്ക് നെസസറി ആയിട്ടുള്ള ഘടകങ്ങളെ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് അതിന്റെ അബ്സോർപ്ഷൻ, ആഗിരണം സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പം ഇന്ന് അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള ഘടകങ്ങളെ നമ്മുടെ ശരീരം ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പം സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിലാണ് എന്തിന്റെ തുടക്കം എന്ന് പറയുന്നത്? അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അല്ലെ. അപ്പം സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ച് ചെറു ഘടകങ്ങളാക്കി മാറ്റിയ, സിമ്പിൾ ന്യൂട്രിയൻസ് ആക്കി മാറ്റിയ ആഹാര പദാർത്ഥങ്ങളെ, സിമ്പിൾ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ലഘു പദാർത്ഥങ്ങളാക്കി മാറ്റിയ ആഹാരത്തിലെ ഘടകങ്ങളെ ആരാഗിരണം ചെയ്യുന്നു? സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടൽ ആഗിരണം ചെയ്യുന്നു. ചെറുകുടലാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സിമ്പിൾ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ലഘു ഘടകങ്ങളെ ആഗിരണം ചെയ്യുന്നത്, അബ്സോർബ് ചെയ്യുന്നത് ആരാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലാണ്. ആ ചെറുകുടലിന്റെ ആ ഒരു അബ്സോർപ്ഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് വില്ലസ് അല്ലെങ്കിൽ വില്ലായി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ആണ്. വില്ലസ് അല്ലെങ്കിൽ വില്ലായി എന്ന് പറയും. ആ സ്ട്രക്ചർ ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അബ്സോർപ്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്, ആഗിരണത്തിന് വേണ്ടി സഹായിക്കുന്ന നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിലുള്ള ചില സ്ട്രക്ചേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? വില്ലസ് അല്ലെങ്കിൽ വില്ലായി എന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 26ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്ന 2.6 ആ ഒരു ഫിഗർ എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലുള്ള വില്ലസ് അല്ലെങ്കിൽ വില്ലയുടെ ഫിഗർ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പൊ വില്ലസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വില്ലൈ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്മോൾ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്? വില്ലസ് അല്ലെങ്കിൽ വില്ലൈ എന്ന് പറയുന്നത്. സ്മോൾ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. ചെറിയ എന്താണ്, വിരലുകൾ പോലെയുള്ള ചെറിയ എന്താ പ്രൊജക്ഷൻസ് ആണ് എന്തെന്ന് പറയുന്നത്? വില്ലസ് അല്ലെങ്കിൽ വില്ലായി എന്ന് പറയുന്നത്. അപ്പോ സ്മോൾ ഫിംഗർ ലൈക്ക്, അതായത് നമ്മുടെ വിരലുകൾ പോലെയുള്ള ഒരു സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിൽ കാണപ്പെടുന്ന സ്ട്രക്ചേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത്? വില്ലസ് അല്ലെങ്കിൽ നമ്മൾ വില്ലൈ എന്ന് പറയുന്നത്. ഇനി ഈ വില്ലസ് അല്ലെങ്കിൽ വില്ലയുടെ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇങ്ങനെ മടക്കുകൾ പോലെയാണ് കാണപ്പെടുന്നത് അല്ലേ. അതായത്
ഒരു നമ്മുടെ വിരലുകൾ പോലെ ഇങ്ങനെ മടക്കുകളായാണ് കാണപ്പെടുന്നത്. ഇതിന്റെ നീളം എന്ന് പറയുന്നത് 0.5 ഒക്കെയാണ് ഇതിന്റെ നീളം, ഈ ഒരു വില്ലസിന്റെ നീളം എന്ന് പറയുന്നത്. ഇനി ഇതിങ്ങനെ മടക്കുകളായി ഇരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ എന്ത് ചെയ്യാൻ കഴിയുന്നത്, അബ്സോർബ് ചെയ്യാൻ കഴിയുന്നത്. ഇങ്ങനെ മടക്കുകളായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിലുള്ള ആഹാരത്തെ നമ്മൾ ആഗിരണം ചെയ്യുന്നതിന്റെ റേറ്റ് കൂടുന്നു. ഇങ്ങനെ മടക്കുകളായി ഇരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സിമ്പിൾ ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നതിന്റെ നിരക്ക് കൂടുന്നു. ഇങ്ങനെ മടക്കുകളായി ഇരിക്കുന്നത് കൊണ്ടാണ് എന്ത് കൂടുന്നത്, അബ്സോർപ്ഷൻ റേറ്റ്, ആഗിരണത്തിന്റെ നിരക്ക് കൂടുന്നത്. അപ്പോൾ വില്ലസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ വോളിൽ കാണപ്പെടുന്ന ഭാഗങ്ങളാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് എന്തെന്ന് പറയുന്നത്, വില്ലസ് അല്ലെങ്കിൽ വില്ലൈ എന്ന് പറയുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ വോളിൽ കാണപ്പെടുന്ന, ഭിത്തിയിൽ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് എന്ത്, വില്ലസ് അല്ലെങ്കിൽ വില്ലൈ എന്ന് പറയുന്നത്. അതിന്റെ നീളം 0.5 to 1.6 മില്ലിമീറ്റർ ആണ് ഈ വില്ലസിന്റെ നീളം എന്ന് പറയുന്നത്. 0.5 to 1.6 മില്ലിമീറ്റർ ആണ് ഈ വില്ലസിന്റെ നീളം എന്ന് പറയുന്നത്. അവ എങ്ങനെയാണ്, ഒരു സ്മോൾ പ്രൊജക്ഷൻസ്, ഫിംഗർ ലൈക്ക് ആയിട്ടുള്ള സ്മോൾ പ്രൊജക്ഷൻസ് ആണ് ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിന്റെ ഭിത്തിയിൽ കാണപ്പെടുന്ന വിരലുകൾ പോലെയുള്ള ഈ പ്രൊജക്ഷൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, വില്ലസ് എന്ന് പറയുന്നത്. ഇനി ഈ വില്ലസിനകത്ത് ഒറ്റനിര കോശങ്ങളാൽ കവർ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ് ഈ വില്ലസ് എന്ന് പറയുന്നത്. 1 ലെയർ ഓഫ് സെൽസ് മാത്രമാണ് ഈ വില്ലസിൽ കാണപ്പെടുന്നത്. ഒരു ലെയർ സെല്ല് മാത്രമേ, ഒരു ഒറ്റനിര കോശങ്ങൾ മാത്രമാണ് ഈ വില്ലസിനകത്തുള്ളത്. ഇനി ഈ വില്ലസില് ബ്ലഡ് ക്യാപ്പിലറീസും അതുപോലെ തന്നെ ലാക്റ്റിയലും ഒക്കെ ഈ വില്ലസിനകത്ത് കാണപ്പെടുന്നുണ്ട്. രക്തക്കുഴലുകളൊക്കെ ഈ വില്ലസിനകത്ത് കാണപ്പെടുന്നുണ്ട്. ഇനി ഈ ബ്ലഡ് ക്യാപ്പിലറീസ് അല്ലെങ്കിൽ രക്തക്കുഴലുകളും ഈ ലാക്റ്റിയലും ഒക്കെ എന്തിനാണെന്ന് നമുക്കിനി നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വില്ലസിനകത്ത് കാണപ്പെടുന്നത് ബ്ലഡ് ക്യാപ്പിലറീസും ലാക്റ്റിയലുമാണ്. രക്തലോമികളും അതുപോലെ തന്നെ ലാക്റ്റിയലുമാണ് എന്തിൽ കാണപ്പെടുന്നത്, വില്ലസിൽ കാണപ്പെടുന്നത്. ബ്ലഡ് ക്യാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികളും അതുപോലെ തന്നെ ലാക്റ്റിയൽസുമാണ്. ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കുറെ സാധനങ്ങളൊക്കെ ലാസ്റ്റ് എൻഡ് പ്രോഡക്റ്റ് ആയിട്ട്, അവസാനത്തെ പ്രോഡക്റ്റ് ആയിട്ട് എന്തൊക്കെയാ വന്നത്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അതുപോലെ തന്നെ അമിനോ ആസിഡ്സ്, ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ. ഇത്രയുമായിരുന്നു നമ്മൾ കഴിച്ച ആഹാരങ്ങളിൽ നിന്നും വന്ന എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ കഴിച്ച ആഹാരത്തിൽ നിന്നും വന്ന അവസാനം ദഹിച്ചു വന്ന എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഈ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അമിനോ ആസിഡ് ഇത് മൂന്നും വാട്ടർ സോലുബിൾ ആണ്. ഈ 3 സാധനങ്ങൾ, അതായത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അമിനോ ആസിഡ്, ഇവ മൂന്നും വാട്ടർ സോലുബിൾ ആണ്. അതായത് വെള്ളത്തിൽ ലയിക്കുന്നവയാണ് ഈ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, അമിനോ ആസിഡ് ഇവ മൂന്നും. ഇനി ഈ ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ എന്ന് പറയുന്നത് വാട്ടറിൽ ഇൻസോലുബിൾ ആണ്. വാട്ടറിൽ ഇൻസോലുബിൾ ആണ്. അതായത് ജലത്തിൽ ലയിക്കാത്തവയാണ് ഏതൊക്കെ, ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ഇനി ഈ ബ്ലഡ് ക്യാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികളാണ് ഈ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്സിനെയൊക്കെ അബ്സോർബ് ചെയ്യുന്നത്, ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടെയാണ്, ഈ ബ്ലഡ് ക്യാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികളിലാണ്. ഈ രക്തലോമികളിൽ കാണപ്പെടുന്ന ബ്ലഡ് അല്ലെങ്കിൽ രക്തത്തിലേക്കാണ് ഈ 4 എണ്ണവും ആഗിരണം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ബ്ലഡ് ക്യാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികളിലുള്ള ബ്ലഡിലേക്കാണ് ഈ വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡിനെ അബ്സോർബ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആഗിരണം ചെയ്യപ്പെടുന്നത്.
ഇനി വാട്ടറിൽ ഇൻസോലുബിൾ ആയിട്ടുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും ഒക്കെ അബ്സോർബ് ചെയ്യപ്പെടുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ലാക്റ്റിയലിലുള്ള ലിംഫിലേക്കാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആഗിരണം ചെയ്യപ്പെടുന്നത്. ലാക്റ്റിയലിലുള്ള ലിംഫിലേക്കാണ് വാട്ടർ ഇൻസോലുബിൾ ആയിട്ടുള്ള ജലത്തിൽ ലയിക്കാത്ത ഫാറ്റി ആസിഡ്സും ഗ്ലിസറോളും അബ്സോർബ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പം വാട്ടറിൽ സോലുബിൾ ആയിട്ടുള്ള അതിന്റെ ആ ഒരു പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്ക് എൻഡ് പ്രോഡക്ട്സിനെ രണ്ട് രീതിയിലാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. വാട്ടറിൽ സോലുബിൾ ആയിട്ടുള്ള ജലത്തിൽ ലയിക്കുന്നവയാണെങ്കിൽ അവ ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികളിലുള്ള രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും അതുപോലെ തന്നെ വാട്ടറിൽ ഇൻസോലുബിൾ ആയിട്ടുള്ള ജലത്തിൽ ലയിക്കാത്തവയാണെങ്കിൽ അവ ലാക്റ്റിയലിലുള്ള ലിംഫിലേക്കാണ് അബ്സോർബ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആഗിരണം ചെയ്യപ്പെടുന്നത്. മനസ്സിലായല്ലോ അല്ലെ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലില് എങ്ങനെയാണ് ആഹാരം നമ്മൾ കഴിച്ച ആഹാരത്തിന്റെ ലഘുപദാർത്ഥങ്ങൾ സിമ്പിൾ ന്യൂട്രിയൻസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യപ്പെടുന്നതാണല്ലേ. അപ്പം ഇതിനു വേണ്ടി സഹായിക്കുന്ന ആ ഒരു സ്ട്രക്ചർ എന്താണ്? വില്ലസ് അല്ലെങ്കിൽ വില്ലയാണ് ഈ ഒരു അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സഹായിക്കുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് വില്ലസ് അല്ലെങ്കിൽ വില്ലയാണ്. അതിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടന എങ്ങനെയാണ്? ഫിംഗർ ലൈക്ക് സ്മോൾ പ്രൊജക്ഷൻസ്, നമ്മുടെ വിരലുകൾ, ചെറിയ വിരലുകൾ പോലെയുള്ള പ്രൊജക്ഷൻസ് ആണ് അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന്റെ നീളം എത്രയായിരുന്നു? 0.5 to 1.6 മില്ലിമീറ്റർ ആണ് അതിന്റെ നീളം എന്ന് പറയുന്നത്. ഇനി അതിലേക്ക് ഇങ്ങനെ ആഹാരം അബ്സോർബ് ചെയ്യാൻ അല്ലെങ്കിൽ ആഗിരണം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് അതിന് പ്രത്യേക തരത്തിലുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഇങ്ങനെ പ്രൊജക്ഷൻസ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് എന്താണ്? ഒറ്റനിര കോശങ്ങൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. വൺ ലെയർ ഓഫ് സെൽസ് മാത്രമാണ് ഈ ഒരു വില്ലസിൽ കാണപ്പെടുന്നത്. ഇനി വില്ലസ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിന്റെ ലൂമൻ വരെയാണ് എന്ത് ചെയ്യുന്നത്? എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. വില്ലസ് എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിന്റെ ലൂമൻ വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നത്. ഇനി ഈ വില്ലസിനകത്ത് ഇങ്ങനെ പ്രൊജക്ഷൻസ് ആയിട്ട് കാണപ്പെടുന്നത് കൊണ്ടാണ് അതിൽ അബ്സോർപ്ഷന്റെ റേറ്റ്, അബ്സോർപ്ഷൻ അല്ലെങ്കിൽ ആഗിരണത്തിന്റെ നിരക്ക് കൂടുന്നത് ഇങ്ങനെ പ്രൊജക്ഷൻസ് ആയി കാണുന്നത് കൊണ്ടാണ്. കാരണം ഇങ്ങനെ പ്രൊജക്ഷൻസ് ആയി കാണുന്നത് കൊണ്ട് തന്നെ അതിന്റെ പ്രതല വിസ്തീർണം എന്തായിരിക്കും? കൂടുതലായിരിക്കും. അതിന്റെ പ്രതല വിസ്തീർണം കൂടുതലായിരിക്കും. അതുപോലെ വില്ലസിനകത്ത് കാണപ്പെടുന്ന രണ്ട് സ്ട്രക്ചേഴ്സ് ആണ് ബ്ലഡ് കാപ്പിലറീസും ലാക്റ്റിയൽസും. രക്തലോമികകളും അതുപോലെ തന്നെ ലാക്റ്റിയൽസും. ബ്ലഡ് കാപ്പിലറീസും ലാക്റ്റിയൽസും. ബ്ലഡ് കാപ്പിലറീസിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത് എന്തൊക്കെയായിരുന്നു? വാട്ടറിൽ സോലുബിൾ ആയിട്ടുള്ള ജലത്തിൽ ലയിക്കുന്ന ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, അമിനോ ആസിഡ്സ്. ഇവയാണ് രക്തലോമികകൾ അല്ലെങ്കിൽ ബ്ലഡ് കാപ്പിലറീസിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്, ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇനി ബ്ലഡ് കാപ്പിലറീസിനകത്തേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് എവിടേക്കാണ് ആഗിരണം ചെയ്യുന്നത്? ബ്ലഡ്, രക്തലോമികകളിൽ കാണപ്പെടുന്ന രക്തത്തിലേക്കാണ് ഇവ അബ്സോർബ് ചെയ്യുന്നത്. ഇനി ലാക്റ്റിയൽ എന്ന് പറയുന്നത് ലാക്റ്റിയൽസിനകത്തുള്ള ലിംഫിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത് എന്തൊക്കെയായിരുന്നു? ഫാറ്റി ആസിഡ്സും ഗ്ലിസറോൾസും. അവ വാട്ടറിൽ ഇൻസോലുബിൾ ആണ്. അപ്പോൾ ഇതിന്റെയൊക്കെ ഭിത്തികളിൽ കൂടെയാണ് ഈ ബ്ലഡ് കാപ്പിലറീസിന്റെയും ലാക്റ്റിയൽസിന്റെയും രക്തലോമികകളുടെയും ലാക്റ്റിയൽസിന്റെയും ഭിത്തികളിലൂടെയാണ് ഇവ അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വില്ലസിനകത്തുള്ള ബ്ലഡ് കാപ്പിലറീസ് അല്ലെങ്കിൽ രക്തലോമികകളിലേക്കും അതുപോലെ തന്നെ ലാക്റ്റിയൽസിലേക്കുമാണ് നമ്മൾ കഴിച്ച ആഹാരത്തിന്റെ എൻ പ്രോഡക്ട്സ് ഒക്കെ അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആഗിരണം ചെയ്യപ്പെടുന്നത്. ഇത് വെറുതെ അങ്ങ് ബ്ലഡ് കാപ്പിലറീസിനകത്തുള്ള ബ്ലഡിലേക്ക് വെറുതെ അങ്ങ് പോകുമോ? ഇല്ല, അവിടെ ചില പ്രോസസ്സ് വഴിയാണ്, ചില പ്രത്യേക തരത്തിലുള്ള പ്രോസസ്സ് വഴിയാണ്, പ്രക്രിയകൾ വഴിയാണ് ഈ ബ്ലഡ് കാപ്പിലറീസിനകത്ത് നിന്ന് ബ്ലഡിലേക്കൊക്കെ ഈ നമ്മുടെ ഫാറ്റി ആസിഡ്, ഗ്ലിസറോൾ പോലെയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എൻഡ് പ്രോഡക്ട്സ് എൻ്റർ ചെയ്യുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ പറയുന്ന അതിനകത്ത് ഫസ്റ്റ് പ്രക്രിയ എന്ന് പറയുന്നത് ഡിഫ്യൂഷൻ ആണ്. ഡിഫ്യൂഷൻ ആണ് നമ്മൾ പറയുന്ന ഫസ്റ്റ് പ്രക്രിയ.
അതായത് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പറയുന്നത് അതിനകത്തുള്ള ആ വസ്തുക്കളുടെ എൻഡ് പ്രോഡക്ട്സിന്റെ ഗാഢതയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സ് പറയുന്നത്. അതായത് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നുകിൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അവിടെയുള്ള ഗാഢത കുറവായിരിക്കും. ഒരു സ്ഥലത്ത് ഗാഢത കുറവും അടുത്ത സ്ഥലത്ത് ഗാഢത കൂടുതലുമായിരിക്കും. അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും ഗാഢത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഒരുപോലെ ആയിരിക്കും. ഗാഢതയ്ക്ക് അനുസരിച്ചോ അല്ലെങ്കിൽ ഗാഢതയ്ക്ക് എതിരായിട്ടോ ആയിരിക്കും അവിടെ അബ്സോർപ്ഷൻ അല്ലെങ്കിൽ എന്ത് നടക്കുന്നത്, ആഗിരണം നടക്കുന്നത്. ഡിഫ്യൂഷൻ മെയിൻ ആയിട്ട് രണ്ട് രീതിയിലാണുള്ളത്, സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും. ഏതൊക്കെയാണ്? സിമ്പിൾ ഡിഫ്യൂഷൻ ആൻഡ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഭാഗത്ത് കോൺസെൻട്രേഷൻ കൂടുതലും അടുത്ത ഭാഗത്ത് കോൺസെൻട്രേഷൻ കുറവുമാണെങ്കിൽ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന്, ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് ഈ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു. ഈ എൻഡ് പ്രോഡക്ട്സ്, അതായത് നമ്മുടെ ഈ ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ് മെയിൻ ആയിട്ട് ഈ സിമ്പിൾ ഡിഫ്യൂഷൻ വഴി നമ്മുടെ ലാക്റ്റിയൽസിലേക്ക് പോകുന്നത്. അതായത് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത്, ഇവിടെ എന്ന് പറയുന്നത് ഗാഢത കൂടുതലാണ് അല്ലെ. അപ്പം ഗാഢത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കുള്ള മോളിക്യൂൾസിന്റെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിഫ്യൂഷൻ, സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്യും. ഇനി ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നത് മെയിൻ ആയിട്ട് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ചില അമിനോ ആസിഡ്സിലൊക്കെയാണ് എന്ത് നടക്കുന്നത്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കുന്നത്. ഈ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും കോൺസെൻട്രേഷൻ ഈക്വൽ ആയിരിക്കും, ഒരുപോലെ ആയിരിക്കും രണ്ട് ഭാഗത്തെയും ഗാഢത എന്ന് പറയുന്നത്. ഇവിടെയും ഇവിടുത്തെ കോൺസെൻട്രേഷനും ഇവിടുത്തെ കോൺസെൻട്രേഷനും ഒരുപോലെയാണ് അല്ലെ. അതായത് ഇവിടുത്തെയും ഇതിനെ എ എന്ന് കൊടുക്കാം, ഇതിനെ ബി എന്ന് കൊടുക്കാം. അപ്പൊ എ ഭാഗത്തെയും ബി ഭാഗത്തെയും ഗാഢത അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഒരുപോലെയാണ്. അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടും ഈ എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് എയിലേക്കും അവിടുത്തെ എന്തിനു മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്, മോളിക്യൂൾസിന് മൂവ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇവിടെ രണ്ടിടത്തും കോൺസെൻട്രേഷൻ ഒരുപോലെ ആയതുകൊണ്ട് തന്നെ ഇത് ഒരു നമ്മുടെ കോശസ്തരം അല്ലെങ്കിൽ നമ്മുടെ സെൽ മെംബ്രെയിനിലുള്ള ചില പ്രോട്ടീൻസിലൂടെയാണ് ഈ ഒരു കോൺസെൻട്രേഷൻ, രണ്ട് ഭാഗത്തെയും കോൺസെൻട്രേഷൻ ഒരുപോലെയാണെങ്കിൽ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് നമ്മുടെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരത്തിലുള്ള ചില പ്രോട്ടീൻസിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ നമ്മൾ പറഞ്ഞു സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പം ഈ ഒരു പ്രോസസ് എത്ര വരെ നടക്കും? അതായത് ഈ ഒരു കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോകുന്നതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഈ സിമ്പിൾ ഡിഫ്യൂഷൻ അവസാനിക്കണമെങ്കിൽ എങ്ങനെയാവണം ഇവിടുത്തെ കോൺസെൻട്രേഷന്റെ റേറ്റ് എന്ന് പറയുന്നത്? ഇവിടുത്തെ കോൺസെൻട്രേഷനും ഒരുപോലെ ആകുന്നത് വരെ ഈ സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കാം. അതായത് ഇവിടെ 6 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ ഇവിടെയും 6 മോളിക്യൂൾസ് ആവുന്നത് വരെ മാത്രമേ സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കത്തുള്ളൂ. ഇവിടെ 5ഉം ഇവിടെ 6ഉം ആണെങ്കിൽ പിന്നെ അവിടെ സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കത്തില്ല. രണ്ട് ഭാഗത്തും കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത ഒരുപോലെ ആകുന്നത് വരെ മാത്രമേ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്കുള്ള സിമ്പിൾ ഡിഫ്യൂഷൻ നടക്കത്തുള്ളൂ. ഇനി നമ്മൾ പറഞ്ഞ പിന്നെ അടുത്തത് പറഞ്ഞത് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ് അല്ലെ. ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് രണ്ട് ഭാഗത്തെയും കോൺസെൻട്രേഷൻ ഒരുപോലെയാണെങ്കിൽ കോൺസെൻട്രേഷൻ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരു നമ്മുടെ സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ കോശസ്തരത്തിലുള്ള ഒരു പ്രോട്ടീനിൽ കൂടെ ആയിരിക്കും, ചില പ്രോട്ടീൻസിൽ കൂടെ ആയിരിക്കും ഈ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. ഇതാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ള അടുത്തൊരു പ്രോസസ് എന്ന് പറയുന്നത് ഓസ്മോസിസ് ആണ്. ഓസ്മോസിസ് എന്താന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഡിഫ്യൂഷൻ ആണ് അല്ലെ, സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓസ്മോസിസ് എന്താണ് എന്നാണ്.
ഓസ്മോസിസിൽ വാട്ടർ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് മാത്രമേ നടക്കത്തുള്ളൂ. ഓസ്മോസിസിൽ വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ജലതന്മാത്രകളുടെ മൂവ്മെന്റ് മാത്രമാണ് നടക്കുന്നത്. ഇനി ഈ ഓസ്മോസിസ് എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ സിമ്പിൾ ഡിഫ്യൂഷൻ തന്നെയാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഈ ഓസ്മോസിസിൽ ലോവർ കോൺസെൻട്രേഷനിലുള്ള വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, ഹയർ കോൺസെൻട്രേഷനിലുള്ള വാട്ടർ മോളിക്യൂൾസ് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഹയർ കോൺസെൻട്രേഷനിലുള്ള ജലതന്മാത്രകൾ, ഗാഢത കൂടിയ ഭാഗത്തെ ജലതന്മാത്രകള് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള മെംബ്രെയിൻ അല്ലെങ്കിൽ സ്ഥലത്തിലൂടെയാണ്. ആ സ്ഥലത്തെയാണ് അല്ലെങ്കിൽ ആ ഒരു മെംബ്രെയിനെയാണ് നമ്മൾ സെമി പെർമിയബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ അർദ്ധതാര്യ സ്ഥലം എന്ന് പറയുന്നത്. എന്താണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ അർദ്ധതാര്യ സ്ഥലം? ഈ ഒരു അർദ്ധതാര്യ സ്ഥലം അല്ലെങ്കിൽ ഈ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിൽ കൂടെയാണ് ഈ ഹയർ കോൺസെൻട്രേഷനിലുള്ള വാട്ടർ മോളിക്യൂൾസ് ലോവർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നത്. ഇതൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ അർദ്ധതാര്യ സ്ഥലമാണെങ്കിൽ ഈ ഒരു അർദ്ധതാര്യ സ്ഥലത്തിലൂടെ മാത്രമാണ് ഈ ഒരു വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. അത് ഹയർ കോൺസെൻട്രേഷൻ, അതായത് ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. ഈ ഒരു ഓസ്മോസിസ് വഴി വാട്ടർ മോളിക്യൂൾസ് മാത്രം അല്ലെങ്കിൽ ജലതന്മാത്രകൾ മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്ന് തന്നെ പറയുന്നത്. ഇത് ചില വസ്തുക്കളെ മാത്രമേ ഈ ഒരു മെംബ്രെയിൻ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം കടത്തിവിടത്തുള്ളൂ. അവ കടത്തിവിടുന്ന തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂൾസ് എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾസ് മാത്രമായിരിക്കും. സിമ്പിൾ ഡിഫ്യൂഷനിൽ എന്താണ് പറഞ്ഞത്, ഇങ്ങനൊരു സെമി പെർമിയബിൾ മെംബ്രെയിൻ ഇല്ലാതെ ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക്, ഗാഢത കൂടിയ ഭാഗത്ത് നിന്ന് ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഓസ്മോസിസിൽ പറയുമ്പോൾ എന്താണ്, ഈ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ അല്ലെങ്കിൽ അർദ്ധതാര്യ സ്ഥലത്തിലൂടെ വാട്ടർ മോളിക്യൂൾസ് അല്ലെങ്കിൽ ജലതന്മാത്രകൾ ഹയർ കോൺസെൻട്രേഷൻ, ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ലോവർ കോൺസെൻട്രേഷൻ, ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. ഇതാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്താണ് എന്നാണ്. അതോടെ കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ആക്റ്റീവ് ട്രാൻസ്പോർട്ടും കൂടെ നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞത് ഡിഫ്യൂഷൻ തന്നെ രണ്ട് തരത്തിൽ, സിമ്പിൾ ഡിഫ്യൂഷനും ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനും. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഓസ്മോസിസ് ആണ് അല്ലേ. മൂന്നാമത്തതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ എന്താണ് നടക്കുന്നതാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഈ സിമ്പിൾ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ ഡിഫ്യൂഷനിലും ഓസ്മോസിസിലും ഹയർ കോൺസെൻട്രേഷൻ, ഗാഢത കൂടിയ ഭാഗത്ത് നിന്നും ഗാഢത കുറഞ്ഞ ഭാഗത്തേക്ക്, ഹയർ കോൺസെൻട്രേഷനിൽ നിന്നും ലോവർ കോൺസെൻട്രേഷനിലാണ് മോളിക്യൂൾസ് മൂവ് ചെയ്തത് അല്ലേ. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൽ നേരെ തിരിച്ചാണ് നടക്കുന്നത്. അതായത് ലോവർ കോൺസെൻട്രേഷൻ, ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്നും ഗാഢത കൂടിയ ഭാഗത്തേക്ക്, ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്കാണ് ഇവിടെ മോളിക്യൂൾസ് മൂവ് ചെയ്യുന്നത്. ഇങ്ങനെ ലോവർ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ അവർക്ക് വെറുതെ അങ്ങ് മൂവ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഊർജം ആവശ്യമാണ്, എനർജി ആവശ്യമാണ്. അതായത് കോൺസെൻട്രേഷൻ കുറഞ്ഞ ഭാഗത്ത് നിന്നും കൂടിയ ഭാഗത്തേക്ക് മോളിക്യൂൾസിന് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ എനർജി ആവശ്യമാണ്, ഊർജം ആവശ്യമാണ്. ആ ഊർജം ഉണ്ടെങ്കിൽ മാത്രമേ ലോവർ കോൺസെൻട്രേഷനിൽ നിന്നും ഹയർ കോൺസെൻട്രേഷനിലേക്ക് മോളിക്യൂൾസിന് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ഈ ഒരു ചില പ്രോട്ടീൻസ് ഒക്കെയാണ് ഇതിന് വേണ്ടിയിട്ട്, ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ടിന് വേണ്ടി മോളിക്യൂൾസിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പ്രോട്ടീൻസ് ആണ്. ഇത് നമ്മുടെ ചെറുകുടൽ അല്ലെങ്കിൽ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഗ്ലൂക്കോസിന്റെയും ലവണങ്ങളുടെയും ഒക്കെ കോൺസെൻട്രേഷൻ കുറയുമ്പോൾ രക്തത്തിലേക്ക് ഇവയെ ആഗിരണം ചെയ്യപ്പെടുന്നത് ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ്. അതായത് ഗ്ലൂക്കോസിന്റെയും ലവണങ്ങളുടെയും കോൺസെൻട്രേഷൻ, ഗാഢത നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ചെറുകുടലിൽ കുറയുന്ന സമയത്ത് ഈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന പ്രക്രിയ വഴിയാണ് നമ്മുടെ രക്തത്തിലേക്ക് ഇവയെ ആഗിരണം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഗ്ലൂക്കോസിനെയും ലവണങ്ങളെയും നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടാൻ ഈ ഒരു പ്രക്രിയ വഴി, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന പ്രക്രിയ വഴി സാധിക്കുന്നു.
ഇത്രയുമാണ് നമ്മുടെ ചെറുകുടൽ അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്ന അബ്സോർപ്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് വരുന്ന ആ വില്ലസ് ആണ്. വില്ലസിന്റെ സ്ട്രക്ചർ നിങ്ങൾ തീർച്ചയായിട്ടും വരച്ചു പഠിക്കണം, അടയാളപ്പെടുത്താൻ തീർച്ചയായിട്ടും പഠിക്കണം. അതുപോലെ തന്നെ ഈ ഒരു 3 പ്രോസസ്സ്, ഡിഫ്യൂഷൻ തന്നെ 2 തരത്തിൽ, അതുപോലെ ഓസ്മോസിസ്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഇത് 3ഉം നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ക്ലാസ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ തീർക്കാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതുവരെ നിങ്ങൾ ഈ കാണുന്നവര് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.